ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് മഴയായിട്ടുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. രാവിലെ തന്നെ ഇതാ പല്ല് തേക്കുന്നുണ്ട്. അപ്പോൾ കാത്തുവിൻ്റെ ബ്രഷാണിത്. ആ ബ്രഷ് ഓളെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ആദ്യത്തെ അംഗം തുടങ്ങിയിട്ടുണ്ട്, പല്ല് തേക്കൽ. ഓളി ബ്രഷ് പിടിച്ചിട്ട് എക്കോട്ടും പൊക്കോട്ടും നടക്കുകയുള്ളൂ. ഓളെ ഡാഡയാണ് ഓളെ പല്ല് തേപ്പിക്കുന്നത്. പല്ല് തേപ്പിക്കുമ്പോൾ ഒരു ലഹള തന്നെ ഇവിടെ നടക്കലുണ്ട്. ഓള് പല്ല് തേക്കുന്നതാണെന്ന് ഈ ഭാഗം തേച്ചു അറിയും രാവിലെ തന്നെ ആ ഒരു ടൈമിൽ. അങ്ങനെ ഓളെ പല്ലെല്ലാം തേപ്പിച്ച് വീടെല്ലാം കഴുകി ഞാനും പല്ലും തേച്ച് വീട് കഴുകി തോർത്ത് വരതാൻ വേണ്ടി പോകുന്ന പോക്കാണ് ഇത്. അങ്ങനെ തോർത്തെടുത്ത് വീടെല്ലാം തുടച്ച് പിന്നെ നമുക്കൊന്ന് ചൊട്ടയൊക്കെ വെച്ച് മുടിയൊക്കെ ഒന്ന് വരിക്കെട്ടണമല്ലോ. അങ്ങനെ ചൊട്ടയെല്ലാം വെച്ച് മുടിയും വാരിക്കെട്ടി കണ്ണാടി നോക്കി കോക്കറി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ റാബിത്ത വിളിക്കുന്നു. അങ്ങനെ പുറത്തോട്ട് പോയി നോക്കുമ്പോൾ ഓറ് നല്ല മീനട കൊണ്ടുവന്നിട്ട് ഇതിനു മുന്നേ മീനട ഉണ്ടാക്കിയെടുത്ത് കൊണ്ടു തന്നതിനും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എൻ്റെ പല്ല് തേപ്പ് കഴിഞ്ഞ പാടിൻ്റെ മീനടയിൽ തുടങ്ങുന്നുണ്ട് ഇന്നത്തെ ഫുഡ് അടി. അങ്ങനെ ഞാൻ മീനടയെല്ലാം തിന്നിട്ട് അലക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിനു. ആ സമയത്ത് ഞാൻ തുണിയെല്ലാം വേഗം അലക്കിയാടെ ആറിയിട്ടിനു. ആറിയിടേണ്ട താമസം ഇരുണ്ട് കൂടി വന്ന്. അതും പോരായിട്ട് ഞാൻ എനിക്ക് വേറൊരു പണി ഒപ്പിച്ചിന്. കുറച്ച് വെയിൽ രാവിലെ കണ്ടേമ്പാട് ബെഡ്ഷീറ്റും പുതപ്പും എടുത്ത് പുതിർത്തങ്ങ് വെച്ച്. അത് പുതിർത്ത് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു മഴയങ്ങ് പെയ്ത്. പിന്നെ ഞാൻ രാവിലെ തന്നെ അലക്കിയിട്ടേ പാടായതുകൊണ്ട് ആ മുറ്റത്തുള്ള തുണിയൊന്നും എടുത്തു വെക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ തീരുമ്പോഴത്തേക്ക് കാത്തുക്കുട്ടീൻ്റെ ഡാഡ ദോശ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓള് ദോശയെല്ലാം തിന്ന് കഴിഞ്ഞേരെ ഞാനൊക്കെ മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് ചൊട്ടയെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് അമ്മ പറഞ്ഞുതരാം. ഏതാ വേണ്ടേ? ഇതാ അന്ന് ഏതാ വേണ്ടേ കാത്തു? ഏതാ? അവിടെ അടക്ക് രസം ഉണ്ടാവില്ല, ഇത് മതി. തുറന്നു ഞാനോള് ഒരുക്കി കൊടുത്തരും ഓക്കൊരാഗ്രഹം ഓളെ ഡാഡേനെ ഒരുക്കി കൊടുക്കണമെന്ന്. അങ്ങനെ കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ട് ഓളോളെ ഡാഡേനെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം കാത്തുവിൻ്റെ ഡാൻസ്. മഴ പെയ്യുന്നതുകൊണ്ട് എല്ലാവരും വെറുതെ ഇരിക്കലേനു. അന്നേരം പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മളെ കാത്തുക്കുട്ടി. ഫോണിൽ എപ്പം പാട്ട് വെച്ചാലും ഓക്ക് അപ്പം 2 സ്റ്റെപ്പ് ഇടണം. അങ്ങനെ കാത്തുക്കുട്ടി ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് ഇവിടുന്ന്. ഓളാടുന്ന് ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയായാലും ഞാൻ എൻ്റെ രാവിലത്തെ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. ആട്ടദോശയും തലേന്നത്തെ മീൻ പുളിയും മുളകുമാണ്. രാവിലെ തന്നെ ഒരു 8 മണി 8:30 നട തിന്നിന്. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാ പണിയും ഒരുങ്ങിയിട്ട് ചായ കുടിക്കാന്ന് വെച്ച് അങ്ങനെ എൻ്റെ അലക്കലും അടിച്ചു വരലും ചോറും കറിയും വെക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ കാത്തുക്കുട്ടി ഇതാ TVയും കണ്ടുകൊണ്ട് പയം തിന്നുന്നുണ്ട്. ഓളെ ഡാഡി കൊണ്ട് ഒപ്പരം തന്നെ പള്ളക്ക് പറ്റിയിട്ട്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം ഗ്യാസും കൊണ്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഓറെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഓറനോട് പ്രത്യേകം പറഞ്ഞു ഓറെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന്. ഇത്രയും നല്ല പ്രോത്സാഹനം തരുന്ന ആൾക്കാരെല്ലാം എവിടെയാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. അങ്ങനെ ഗ്യാസെല്ലാം ബുക്ക് ചെയ്തതെല്ലാം മേടിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞേരം കാത്തുക്കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഓളം ഉറങ്ങിയപ്പോഴത്തേക്കിന് തന്നെ ഞാൻ അപ്പുറത്ത് എനിക്ക് ചെയ്യാനുള്ള പണികളെല്ലാം ബാക്കി തീർത്ത് മഴയെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഒരാൾ എണീറ്റ് വരുന്നു. അങ്ങനെ ഓള് കുറച്ച് സമയം എൻ്റെ പെരടിക്കെല്ലാം കയറി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടി ഒപ്പരം മഴ കാണുന്നുണ്ട്. ഇന്നൊരേ മഴ തന്നെയാണ്, ഇന്ന് ഫുൾ മഴ ഡേനും ഇതാ കാണില്ലേ. അപ്പോഴത്തേക്കും നമ്മളെ അമ്മ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിനേനു. ഞാനിതാ ഉച്ചക്ക് ചോറും മീൻകറിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും കാബേജ് വറവും അച്ചാറും കൂട്ടി ചോറൊരു പിടി പിടിച്ചിട്ട് ഞാൻ അകത്ത് ചെല്ലുമ്പോൾ അച്ഛനും മോളും കൂടി ഫോണിൽ കാണലാന്ന്. മഴയായതുകൊണ്ട് ഇന്ന് രനീഷിന് പണിയുണ്ടായിട്ടില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി നോക്കിയപ്പോൾ കാത്തുവോളം വെള്ളം കുപ്പീൻ്റെ പെരടിക്ക് കയറുന്നതാണ് കാണുന്നത്. കുപ്പിക്ക് ഓള് ചീർപ്പും കൊണ്ട് മുടി വാരി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അമ്മ നേരത്തെ വന്നതുകൊണ്ട് അമ്മേൻ്റെ പൺഡ്രസ്സെല്ലാം അലക്കിയിടുന്നുണ്ട്. ഇന്ന് മഴയായത് കൊണ്ട് പണി ഉച്ച വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കാത്തു ഇതാ കുടയെല്ലാം ചൂടിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മളെവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ പൊന്നും ബബ്ലുവെല്ലാം സ്കൂളും വിട്ട് വരേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഐഷുവും ആള് വെച്ചെല്ലാം അപ്പുറം വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുന്നതാണ്. കൂട്ടത്തിൽ കാത്തൂന് ഇതാ മാമീനെയും കൂടി കിട്ടിയിട്ടുണ്ട്. മാമീനോട് എന്തെല്ലോ തർക്കിച്ചോണ്ടാന്ന് വരുന്നത്. അവിടെ പോയാൽ പാടെ നോക്ക് ബിസ്ക്കറ്റ് കിട്ടീന്. അങ്ങനെയുള്ളതാ ബിസ്ക്കറ്റ് തന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാത്തു ബിസ്ക്കറ്റ് കാണിക്കുന്നതാണത്. അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മഴയായതുകൊണ്ട് അവരെല്ലാം വേഗം അവരുടെ വീട്ടിലേക്ക് പോയി.
അത് കഴിഞ്ഞ് ഞാനിതാ വീട്ടിൽ വന്നിട്ട് കാത്തൂൻ്റെ കളിപ്പാട്ട പെറുക്കി വെക്കുന്നത്. കളിപ്പാട്ടമുള്ള കളറിങ് ബുക്കും കാര്യങ്ങളും എല്ലാം പെറുക്കിയിട്ട് ആ കവറിലിട്ട് അവിടെ വെക്കുന്നുണ്ട്. അച്ഛനും മോളും അവിടെ ചെരുപ്പൂരെല്ലാം കളിയുമല്ലാന്ന്. അതിനുശേഷം നമുക്ക് ആട്ടപ്പൊടീനെ കൊണ്ട് പഴംപൊരി ചുടാം. അപ്പോൾ നിങ്ങളാരെങ്കിലും ആട്ടപ്പൊടീനെ കൊണ്ട് പഴംപൊരി ചുട്ടിട്ടുണ്ടോ? ഞാനിവിടെ വേറെ ആയിരിക്കും വേണ്ട, നമ്മൾ വീട്ടിലുള്ളവർക്ക് മാത്രമാണെങ്കിൽ ഞാൻ ആട്ടപ്പൊടീനെ കൊണ്ടാണ് ചുടൽ. അല്ലാണ്ട് പൊതുവെ മൈദേനെ കൊണ്ടാണ്. ഞാൻ ആട്ടപ്പൊടീനെ കൊണ്ട് നമുക്കിന്നൊരു തട്ടിക്കൂട്ട് പഴംപൊരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള ആട്ടപ്പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനെല്ലാം എടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. എന്തിനാ അരച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആട്ടപ്പൊടീൻ്റെ തരിതരിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടാകുമ്പോൾ ഈ ഒരു പരുവം കിട്ടും. അത് നമുക്ക് ചീൻചട്ടിയിൽ പറഞ്ഞെടുക്കാം. ചീൻചട്ടിയിൽ എന്തെങ്കിലും പാത്രത്തിൽ പറഞ്ഞെടുക്കാം. നമുക്ക് പഴം മുക്കിയെടുക്കാൻ പാകത്തിനുള്ള പാത്രത്തിൽ പറഞ്ഞെടുക്കുക. അങ്ങനെ പഴം ഇതാ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടണം. അപ്പുറത്തുനിന്ന് അച്ഛനും മോളും മാഗി ആക്കുന്നുണ്ട്. അപ്പം രനീഷാണ് മാഗി ആക്കുന്നത്, കാത്തുവാണ് അസിസ്റ്റൻറ്റ്. അവരപ്പുറത്തുനിന്ന് മാഗി ആക്കുന്നു, ഞാനിപ്പുറത്തുനിന്ന് പഴം പൊരിക്കുന്നു. പഴംപൊരി വൈകുന്നേരം സന്ധ്യക്കേക്കുള്ള ചായക്കടിക്ക് ആക്കുന്നതാണ്. അങ്ങനെ അവർ മാഗിയെല്ലാം ആക്കുന്നുണ്ട്. ഒരംശം പോലും വിടില്ല, എല്ലാം അതിനകത്തോട്ട് തട്ടുന്നുണ്ട്. അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഞാൻ പഴംപൊരീൻ്റെ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോഗ്രാഫർ രനീഷാണ്. അതിനിടയിൽ ചൂടായിട്ടുള്ള പഴംപൊരി എടുത്ത് എണ്ണാക്കിയിലിട്ടിട്ട് വായി പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അനക്കും വേണമെന്നും മറ്റു നിൽക്കുന്ന കാത്തുക്കുട്ടീനെയാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതും പൊള്ളിക്കോളും. അങ്ങനെ ഓളും അത് വായിലിട്ടിട്ട് ഓളെ വായി പൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആട്ടപ്പൊടീനെ കൊണ്ട് ചുട്ട പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് അച്ഛനും മോളും ആക്കിയ മാഗിയും റെഡി ആയിട്ടുണ്ട്. അനക്കുണ്ട് മാഗി, കാത്തുക്കുട്ടിക്കും മാഗി കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ തേച്ചൊന്നുമില്ല, ബാക്കി മൊത്തം ഡെനീഷിൻ്റെ വായിൽ പോകാനുള്ളതാണ്. അങ്ങനെ ഓള് ഇരുന്ന സ്ഥലമെല്ലാം മാറി തട്ടിൻ്റെ മേലെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മൂന്നാളും കൂടി മാഗി തിന്നുന്നുണ്ട്. തിന്നാൻ മാത്രം പോരല്ലോ, പണിയെടുക്കണ്ടേ. അങ്ങനെ ഞാൻ അടിച്ചു വരുന്നുണ്ട്. അടിച്ചു വരലും പാത്രം കഴുകലും ഞാനേ ചെയ്യും. മാഗി ആക്കാൻ ശുഷ്കാന്തി കാണിച്ച അച്ഛനെയും മോളെയും ആ പരിസരത്ത് പോലും കാണൂല. അങ്ങനെയാണ് അടിച്ചെല്ലാം വാരി പാത്രവും കഴുകി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അമ്മ പീടികയിൽ പോയിട്ടുണ്ട്. അതിന് പീടികയിൽ പോയിട്ട് വരുമ്പം നമ്മളെ കാത്തുക്കുട്ടിക്ക് മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഓളോട് മുറുക്കൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക് കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാത്തുക്കുട്ടിക്ക് കുളിക്കാനുള്ള ചൂടുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് അപ്പുറത്തുനിന്ന് അമ്മ വിളക്ക് കത്തിക്കുന്നുണ്ട്. സന്ധ്യക്കുള്ള വിളക്ക് കത്തിക്കൽ. വിളക്കിൽ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാഞ്ഞിന്. അങ്ങനെ വിളക്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണയിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കാത്തുക്കുട്ടീനെ ഇതാ കുളിപ്പിച്ച് സുന്ദരിമണിയാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും കൂടി സുന്ദരിമണിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ ചായ വെച്ച് ചായയും പഴംപൊരിയും തിന്നുന്നുണ്ട്. ചൂട് ചായ, പഴംപൊരി, മഴ, ആഹാ അന്തസ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തൊട്ടിട്ടേ മഴയാണ്. അച്ചമ്മയും മോളും ഇവിടെ വേറെ ചായ കുടിക്കുന്നുണ്ട്. ഓളാ മുറുക്ക് തന്നെയാണ് തിന്നുന്നത്. അമ്മ കുറച്ചൊരു തണുപ്പ് തുടങ്ങിയാൽ പിന്നെ അമ്മേനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനോ പുതപ്പിൻ്റെ ഉള്ളിൽ. അമ്മ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ എല്ലാം അമ്മേൻ്റെ മേത്ത് തന്നെ ആ പുതപ്പുണ്ടാവും. ഇതിന് തണുപ്പ് പോയാലേ ആ പുതപ്പ് മാറുള്ളൂ. എന്തിനാ പേടിച്ചിനി? അമ്മാനത്തിനെന്നാ എന്തിനാ പേടി? അത് വിമാനത്തിന്റെ ഒച്ചയല്ലേ? കാത്തുവിന്റെ വിമാനം എവിടെയാ? പിന്നെ ഇപ്പൊ തരൂ. പൊട്ടിച്ചിട്ടില്ലേ നീ? എല്ലാം നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് ഞാൻ അവളെ കളിപ്പാട്ടെല്ലാം എടുത്ത് തട്ടിൻ്റെ മേലെ കയറ്റീന്. അങ്ങനെ കളിക്കലെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടി, അച്ഛൻ ചോറ് തിന്നുന്നുണ്ട്, മോളും മുട്ട തിന്നുന്നുണ്ട്. അങ്ങനെ അവരപ്പുറത്ത് നിന്ന് തിന്നുമ്പോഴത്തേക്ക് ഞാൻ നാളത്തേക്കുള്ള കറിക്കുള്ള സാമ്പാറിൻ്റെ അരവിനുള്ള തേങ്ങ മൂപ്പിച്ച് വെക്കുന്നുണ്ട്. ഇത് എന്തിനാ തലേന്നേ ആക്കുന്നതെന്ന് വെച്ചാൽ അമ്മക്ക് കറി കൊണ്ടുപോകണേനു. അപ്പം രാവിലെ എണീച്ച് തേങ്ങയൊന്നും മൂപ്പിക്കണ്ടല്ലോ. അപ്പോൾ തേങ്ങയും മല്ലിയെല്ലാം ഇതാ മൂപ്പിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കത് അരച്ച് വെച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളും കൂടി അരിഞ്ഞ് വെച്ചിട്ട് ഇതും കൂടി ആക്കിയിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടി അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് പോയിട്ട് ഉറങ്ങാം. അതാകുമ്പോൾ നാളെ രാവിലെ ചെടുപടീന്ന് എണീക്കണ്ട. പിന്നെ കഷ്ണമെല്ലാം കൂടി കുക്കറിലിട്ട് വേവിച്ച് അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കുമല്ലേ വേണ്ടു. ഇതാകുമ്പം എളുപ്പപ്പണിയായില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അരച്ച മിക്സീൻ്റെ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ആക്കിയിട്ട് അരപ്പിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ച് അതെല്ലാം കഴിഞ്ഞ് അടുക്കളയും വൃത്തിയാക്കി പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ട്.
അപ്പം ഇനി നമുക്ക് പോയി ഗുഡ് നൈറ്റ് ആവാം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.